ഹലോ ഗൈസ്, അപ്പോൾ തിരുവനന്തപുരത്തുള്ള രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ തമ്പാനൂരിലായിരുന്നല്ലോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് 8 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി. 2 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അതായത് 22 കിലോമീറ്റർ അകലെ, തമ്പാനൂരിൽ നിന്ന് 22 കിലോമീറ്റർ അകലെയുള്ള പൂവാർ തടാകം, അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബോട്ടിംഗ് ആണ്. ബോട്ടിങ് നമുക്ക് യാത്രക്കാർക്ക് 2500 രൂപയ്ക്ക് 1.5 മണിക്കൂർ, പിന്നെ 2 മണിക്കൂറാണെന്ന് വെച്ചാൽ 4500, അങ്ങനെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ ചൂസ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ കൂടുതൽ എന്തെങ്കിലും കാണാനുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അങ്ങനെ ഞങ്ങൾ ആ ഒരു ബോട്ടിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുറ്റിലും മാംഗ്രൂവ്സിൻ്റെ എന്താ പറയുക, വനങ്ങളിലൂടെ പോകുന്നു, തെങ്ങിൻതോപ്പിലൂടെ പോകുന്നു, കൈതച്ചക്ക ഉള്ള കൃഷിത്തോട്ടത്തിലൂടെ പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ പൂവാർ തടാകത്തിൻ്റെ കാഴ്ചകൾ. അതിൽ വളരെയധികം എന്താ പറയുക, ഈ കൂടുതൽ തെങ്ങൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഇളനീര് വിൽപ്പനക്കാരനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇളനീര് വിൽപ്പനയ്ക്കുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. നമുക്ക് വേണമെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് നിന്ന് നിർത്തിയിട്ട് നമുക്ക് ഇളനീര് വാങ്ങിച്ച് കുടിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വന്ന വഴിയിലൂടെയല്ല കേട്ടോ പോവുക. കണ്ടോ ബോട്ട് വരുന്ന വഴി, ആ വഴി കൂടിയായിരിക്കും നമ്മളിനി തിരിച്ച് വരിക. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ദാ ഈ ഒരു ചെറിയൊരു ഇടനാഴിയിലൂടെ. അപ്പോൾ ഇതിലൂടെ പോയിട്ട് നേരത്തെ കണ്ട ബോട്ട് വന്നില്ലേ, ആ വഴി കൂടി ആയിരിക്കും നമ്മൾ ചുറ്റിയിട്ട് തിരിഞ്ഞു വരിക. അപ്പോൾ ഇവിടെ നല്ല രസമായിരുന്നു. കാരണം നമ്മളുടെ ബോട്ട് 2 സൈഡിലും ഇതുപോലെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള തെങ്ങിൻ തോപ്പുകളും ഈ ഭാഷത്ത് കണ്ടൽ വനങ്ങളും. അപ്പോൾ നല്ല പച്ചപ്പ്, ഫുൾ ഓഫ് പച്ചപ്പായിരുന്നു. വളരെയധികം സന്തോഷമായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും നമ്മളിപ്പോൾ ഒരു റൂമിലിങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പല ടെൻഷനിലൂടെയൊക്കെ ആയിരിക്കുമല്ലേ നമ്മുടെ തല ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് ഭയങ്കര സമാധാനമായി ഇങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര നമുക്കെന്തെങ്കിലും കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നല്ലൊരു ഇമ്പത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക, ഇളനീര് വിൽക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരില്ലേ തോണിയിൽ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് നമ്മൾ കണ്ടു കേട്ടോ. അപ്പം അത് അവരുടെ ഒരു വരുമാനത്തിൻ്റെ മാർഗം. അപ്പം നല്ലൊരു ഇളം വെയിൽ, 2 സൈഡിലും ഇതുപോലെ ഇങ്ങനെ കൂടി നിൽക്കുന്ന തണലേകുന്ന മരങ്ങൾ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഈ ഒരു ജേണി എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു സമാധാനമായിരുന്നു. ഈ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു മടുപ്പും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കുണ്ട് കാണാനായിട്ട്, അത്രയ്ക്കുണ്ട് നമുക്കൊരു സമാധാനം കിട്ടും. നമുക്ക് ഫുൾ ഓഫ് സമാധാനം കിട്ടുന്നൊരു യാത്രയായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ഇടനാഴിയിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മൾ ആ തടാകത്തിൻ്റെ കുറേ ഒരു വാസ്റ്റ് ഏരിയയിലേക്ക് എത്തും. അവിടെ നമുക്ക് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഹോട്ടലുകൾ ഉണ്ടാവും, വെജ് ഹോട്ടൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഈ എന്താ വെജ് അല്ലാതെ നോൺ വെജായിട്ടുള്ള ഹോട്ടലുണ്ടാവും. നമുക്ക് ഇപ്പം എന്താണോ ആവശ്യമുള്ളത്, ഫുഡാണെന്ന് വെച്ചാൽ അങ്ങനെ എന്ത് വേണമെങ്കിലും അവിടെ നമുക്ക് ബോട്ട് നിർത്തി തരും. നമ്മൾ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ആ ഒരു ഹോട്ടലിൽ കയറിയിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ സൈഡ് മൊത്തം പല പല റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാനെന്ന് വെച്ചാൽ ഓൺലൈൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വാസ്റ്റ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ആ ഫ്ലോട്ടിങ് ചെയ്തിട്ടുള്ള ഹോട്ടലൊക്കെയാണ് ഇനി മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കയറിയത് കൊണ്ട് തന്നെ നമ്മളങ്ങോട്ട് കയറാൻ വേണ്ടി നോക്കിയില്ല. പിന്നെ ആ റൈറ്റ് സൈഡ് കാണുന്നത് കണ്ടോ, അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു കരഭാഗം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് അറബിക്കടൽ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഫ്ലോട്ടിംഗ് ഹോട്ടലുകളാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ അഴി, അതായത് തടാകവും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പൂവാർ തടാകം, കര, അത് കഴിഞ്ഞിട്ട് അറബിക്കടൽ.
അപ്പോൾ നിരവധി യാത്രക്കാർ ഇതുപോലെ ബോട്ടിംഗ് ആണ്, വേറെ മാർഗ്ഗമൊന്നുമില്ല കേട്ടോ. ഈ ഒരു കരയിലേക്ക് എത്താനൊക്കെ ആയിട്ട് വേറെ മാർഗ്ഗമില്ല, ഈ ഒരു ബോട്ടിംഗ് ആണ് അവിടുത്തെ സർവീസ്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ കാണുന്ന കുറേയേറെ റെസ്റ്റോറൻറ്റ്സും ആ തടാകത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. ആ കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് ആ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ അല്ലേ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലേക്കും എത്താനുള്ള മാർഗ്ഗം ഈ ബോട്ടിംഗ് വഴിയാണ്. ഓക്കെ, അതായത് നേരിട്ട് വരുവാണെന്ന് വെച്ചാൽ ഇങ്ങനെ ബോട്ടിംഗ് വഴി, അല്ലെങ്കിൽ പിന്നെ വേറൊരു വഴിയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് കേട്ടോ. ഈ ബോട്ടിൽ നമ്മൾ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് ഓട്ടിക്കുന്ന ഒരാളുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹമായിരുന്നു ഇൻസ്ട്രക്ഷനൊക്കെ തന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് മദർ ഐലൻഡ് എന്ന് പറയും. മദർ ഐലൻഡിൽ കയറിയിട്ട് നമുക്ക് അവിടെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു വ്യൂ പോയിൻ്റൊക്കെ നോക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഞങ്ങൾ കയറിയില്ല, ഞങ്ങളെല്ലാം ബോട്ടിൽ തന്നെ ഇരുന്നു. അപ്പം പിന്നെ തിരിച്ച് ആ ഒരു മദർ ഐലൻഡിൽ നിന്ന് പിന്നെ അങ്ങ് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് പിന്നെ നമ്മൾ എത്താൻ പോകുന്നത് ആ അറബിക്കടലിലേക്ക് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ആ മദർ ഐലൻഡ് പറഞ്ഞില്ലേ, ആ മദർ ഐലൻഡിൻ്റെ അപ്പുറത്ത് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളവും തമിഴ്നാടിൻ്റെയും ഒരു പോയിൻ്റാണ്. അതായത് കേരളവും തമിഴ്നാടിൻ്റെ ഒരു പോയിൻ്റാണ് ആ മദർ ഐലൻഡ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പം നമ്മളിനിയിപ്പോൾ എവിടെ എത്തി? ഇതാ അഴി കാണണൂല്ലേ, അറബിക്കടലാണ് അപ്പുറത്ത് കാണുന്നത്. ഇത് നമ്മുടെ പൂവാർ തടാകം അല്ലേ. അപ്പോൾ നെയ്യാറിൻ്റെ ബാക്കിയായിട്ടുള്ള നെയ്യാർ നദി എന്നുള്ള രീതിയിലാണ് ഇതും, അപ്പുറത്ത് അറബിക്കടലും. അപ്പോൾ നമ്മളിനി ആ കരഭാഗത്തിലേക്കാണ് പോകുന്നത്. അവിടെയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒട്ടകത്തിൻ്റെ മേളിൽ കയറിയിട്ടോ, അവിടെ കുതിരയുണ്ട് ഒട്ടകമുണ്ട്, അപ്പോൾ രണ്ടിൻ്റെയും സവാരി ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഇളനീരിൻ്റെ കടകൾ, പിന്നെ ലൈം സോഡ, അങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും ഉണ്ട് കുറേ കാര്യങ്ങൾ. പിന്നെ ചെറിയ ചെറിയ കടകൾ, തൊപ്പിയുടെ ഒരു കടയുണ്ട്. അപ്പം അങ്ങനെ, അപ്പം നമ്മൾ അവിടേക്ക് ആണ് ഇനി അടുത്ത പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബോട്ട് ഇപ്പോൾ ഇതാ കരയിലേക്ക് എത്താറായിട്ടുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് സമയം, നമുക്ക് എവിടെ ഇറങ്ങിയാലും ഉണ്ടല്ലോ ധാരാളം സമയം തരും. നമ്മുടെ ഇഷ്ടമാണ് എപ്പോൾ വേണം ബോട്ടിൽ കയറണം എന്നുള്ളത്. അപ്പം നമ്മളെന്തായാലും ഇതിപ്പോൾ ആ കടലിലേക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചു. നല്ല വെയിലാണ്, പൂഴി മണലിൽ നല്ല പോലെ എന്താ പറയുക ചൂടൊക്കെ ഉണ്ട്. അതെ, ഇളനീര് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നല്ല രസമുണ്ടായിരുന്നു, 2 തരത്തിലുള്ള ഇളനീര്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ പേര് നിൽക്കുന്ന ഭാഗമാണ് കടൽ, അറബിക്കടൽ. അപ്പോൾ ആ ഭാഗത്തേക്ക് വേണം നമ്മൾ ഈ ഒരു ഇളനീരൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്കായിട്ട് മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ സവാരിയൊക്കെ അവിടെയാണ്. എൻ്റെ പൊന്നേ, ഇങ്ങനെ അറബിക്കടൽ എന്ന് പറയുമ്പോഴത്തേനും ആ കടലിൻ്റെ ആ കളറാണ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇന്നേ വരെ ഞാൻ ഇത്രയ്ക്കും നല്ലൊരു ഇമ്പമുള്ള കളറ് കണ്ടിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളൊരു തൊപ്പിയൊക്കെ വാങ്ങിച്ചു. ഇനി ഞങ്ങൾ വീണ്ടും തിരിച്ച് നമ്മുടെ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ സവാരി. നമ്മൾ കയറാൻ നിന്നില്ല കേട്ടോ, പോണവർക്ക് കയറാം, ഞങ്ങൾ പിന്നെ കയറാൻ നിന്നില്ല. 2 ഒട്ടകങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അതിൻ്റെ മുകളിൽ കയറി ഇരിക്കാനായിട്ട്. അപ്പോൾ മാളു കയറണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ വേണ്ട, പേടിച്ചു. അപ്പം പിന്നെ ശരി എന്നാൽ വേണ്ട, നമ്മൾ ബോട്ടിലേക്ക് വേണ്ടിയിട്ട് പിന്നീട് യാത്ര ചെയ്തു. അപ്പോൾ അവിടുത്തെ കാഴ്ചയാണിത്. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മൾ പോയതല്ലേ. തിരിച്ച് വരുമ്പോൾ വേറൊരു വഴി കൂടിയാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മൊത്തത്തിലൊന്ന് ചുറ്റലായിരുന്നു നമ്മൾ. അപ്പോൾ 2 മണിക്കൂർ കഴിയാറാകാൻ വേണ്ടിയിട്ട് ഒരു ചുറ്റൽ വേണമല്ലോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എനിക്ക് ആ പച്ചപ്പാണ് ഇഷ്ടമായത്. അരികത്തൊക്കെ ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ, ഹോട്ടലുകൾ, സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ, അപ്പോൾ അതാ പോകുന്ന വഴിയാണ് നമ്മൾ നേരത്തെ പോയത് കേട്ടോ. പോയത് ആ വഴിക്ക് വരണത് ഇങ്ങോട്ട് ഈ വഴി കൂടിയായിട്ട്. അതാണ് ഒരു ചുറ്റലെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൂവാർ തടാകം. അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് ആഴിമല ബീച്ചുണ്ട്. ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു വലിയൊരു ശിവൻ്റെ പ്രതിമയുള്ളത്. അപ്പോൾ ഇതാണ് ബീച്ചിൻ്റെ അതായത് ഈ ശിവപ്രതിഷ്ഠയുടെ ബാക്കിലുള്ളൊരു പോർഷനാണ് ഈ കാണുന്നത്. പിന്നെ ഈ ആഴിമല സ്റ്റാച്യൂയുടെ അടുത്ത് തന്നെ വലിയൊരു അമ്പലവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ അമ്പലം ആ സമയത്ത് ഉച്ചയായി ഞങ്ങൾ എത്തുമ്പോൾ അവിടെ പൂട്ടിയിരിക്കുന്നു. അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞ് പൂട്ടിയിരിക്കുകയാണ്. ഇനിയും ഇതുണ്ടോ, ഇത് സ്റ്റാച്യൂയുടെ ബാക്കിലായിട്ട്
ബീച്ച്, പിന്നെ ഇത് അമ്പലം. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ ഒരു വ്യൂ വരുന്നത്. പിന്നെ ആഴിമലയുടെ ബീച്ചിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ താഴെ ഇറങ്ങിയിട്ട് ഇതുപോലെ ഇത് ആഴിമലയുടെ ബീച്ചാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങി താഴെ കുറേ പേര് കളിക്കുന്നുണ്ട്. ഈ ഒരു നട്ടുച്ച വെയിലിൽ ഇറങ്ങാനൊന്നും വയ്യ ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് കാഴ്ചക്കാരായിട്ട് നിന്ന് കണ്ടു. ദെൻ അടുത്തെത്തിയത് വിഴിഞ്ഞം തുറമുഖം. കൃഷിയൊക്കെ കണ്ട പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്നുള്ളതാണ്. അപ്പോൾ കണ്ടെയ്നറൊക്കെ വരുന്നതൊക്കെ കാണുന്നുണ്ട് അതിൽ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോവളം ഓക്കെ, കോവളത്തേക്ക് എത്തുകയാണ്. അപ്പം കോവളം അടുത്തടുത്താണ് കേട്ടോ. അങ്ങനെ കോവളത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ടൈമൊക്കെ ഞങ്ങൾ എത്തിയത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കോവളത്തേക്ക് എത്തിയെങ്കിലും സമയം 3 മണിക്കായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ആ സമയത്ത് പോയിട്ട് ബീച്ചിൽ പോയിട്ട് കളിക്കാനൊന്നും തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊരു കടകളുടെ ആ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്നു. ഒരു 4:30 വരെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് 4:30 ആയപ്പോഴത്തേനും ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. പതിയെ ബീച്ചിൻ്റെ ഉള്ളിലേക്കായിട്ട് നടക്കുകയാണ്. അവിടെ എന്നാലും വെയിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ തണൽ തേടി ഒരു ഇടം കണ്ടെത്തി ആ സൈഡിൽ അങ്ങനെ ഇരുന്നു അങ്ങോട്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഞാനും അമ്മയും അച്ഛയും വാളും ഒക്കെ അങ്ങനെ ഇരുന്നു. അപ്പോഴത്തേനും ഏട്ടൻ ഒരു 4:30 4:45 ആകുമ്പോഴത്തേനും മൂപ്പര് താഴെ, അതായത് എങ്ങോട്ടേക്ക് ഇറങ്ങി, ഒന്ന് ബീച്ചിലേക്കൊന്ന് ചുമ്മാ ഇറങ്ങി. മാളും അതുപോലെ കുറച്ച് നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ മാളും പോയി ഒന്ന് ജസ്റ്റ് കളിച്ചു. പക്ഷേ അതിന് മുമ്പ് കളിച്ചുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ അതേ മണലിൽ ഇതുപോലെ കൊത്തിയിട്ട് ഓരോരോ കളികളൊക്കെ ആയിരുന്നു. അച്ഛയും കൂടിയിട്ട് മാളും കൂടെ കളിക്കുമായിരുന്നു. പിന്നെ അപ്പം ഏട്ടൻ പിന്നെയും അതുപോലെ തന്നെ ഇറങ്ങി. വെയിൽ താഴണില്ല കേട്ടോ, 5 മണിയൊക്കെ ആയിട്ടും വെയിൽ താഴണില്ല, നല്ല വെയിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളും പോവാതിരുന്നത്. പിന്നെ മാളുദ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ അവിടെ ഇരുന്ന് ആന വരച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.